ആളുകളെ മൊത്തത്തിൽ ഭയപ്പെടുത്തുന്നത് മരണം പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ മരിക്കേണ്ട പ്രായം ഏതാണെന്നറിയോ? ഒരാൾക്ക് എത്ര വയസ്സിൽ കുറഞ്ഞത് മരിക്കാം? എന്താ നിങ്ങളുടെ അഭിപ്രായം? എത്ര വയസ്സിൽ മരിക്കാം? കൃത്യമായി മരണത്തിൻ്റെ പ്രായം ഏതാ? ശരിക്കും പ്രായമില്ല എന്നുള്ളതാണ്. ഏത് പ്രായത്തിൽ എന്ത് സംഭവിക്കാം? മരണം സംഭവിക്കാം. അതൊന്നും അസ്വാഭാവികമല്ല. നമുക്ക് മരണത്തെക്കുറിച്ചൊരു ഭയം മുമ്പിലിട്ട് തന്നിട്ടുള്ളത് കൊണ്ടാണ് അകാല മരണം, അസ്വാഭാവിക മരണം. മരണത്തിന് 2-3 തലമുണ്ട്. ഒന്ന് സ്വാഭാവികമായി സംഭവിക്കുക, 2 മറ്റൊരാളുടെ കരങ്ങളാൽ മരണപ്പെടുക, 3 സ്വന്തം മരിക്കാനുള്ള തരത്തിൽ ഒരു ഇടപെടൽ ശരീരത്തിൽ നടത്തുക. അതായത് ഒന്ന് സ്വാഭാവിക മരണം, പിന്നൊന്ന് കൊലപാതകം, പിന്നൊന്ന് ആത്മഹത്യ. അപ്പോൾ സ്വാഭാവികമായ മരണം എന്നുള്ളത് അതിനെ ആരെയും കുറ്റപ്പെടുത്താനോ വേറൊന്നും മറുത്ത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല, ഏത് പ്രായത്തിലാണെങ്കിലും. അല്ലേ? ഇപ്പോൾ ഗർഭം ധരിച്ച് ചില സ്ത്രീകൾക്ക് അത് ശരീരത്തിൽ നിന്ന് ചിലപ്പോൾ നേരത്തെ പോകലായിരിക്കും ആ ശരീരത്തിന് നന്മ. ചില 2 മാസത്തിൽ അബോട്ടായി പോകും, ചിലത് 3 മാസത്തിൽ അബോട്ടായി പോകും. നാച്ചുറലി സംഭവിക്കും. അതെന്താണ്? സ്വാഭാവികമായ ഒരു മരണമാണത്, ആ അബോഷൻ. അല്ലേ? ഗർഭാശയത്തിൽ എത്രാം മാസം മുതലാണ് ജീവനുള്ളത്? എത്രാം മാസം മുതലാ? ശരിക്കും ഗർഭാശയത്തിൽ ഗർഭം ധരിക്കുന്നത് മുതൽ ജീവനുണ്ട് എന്നാ. ജീവനുണ്ട്, ആത്മാവില്ല, റൂഹില്ല. റൂഹ് 4-ാം മാസത്തിലാണ് ഊതപ്പെടുന്നതെന്ന്. ജീവൻ എന്നുള്ള സാധനം ബീജത്തിനും അണ്ടത്തിനും തന്നെ ജീവനുണ്ട്. അത് രണ്ടും കൂടെ സംഗമിക്കുന്നത് മുതൽ അതൊരു ജീവനാണ്. ജീവൻ ഉള്ളത് കൊണ്ടാണ് വളർച്ച സംഭവിക്കുന്നത്. അല്ലയോ? ഈ പ്രഗ്നൻ്റ് ആയാൽ അതെന്ത് ചെയ്യും? വളരാൻ തുടങ്ങൂലേ? വളർന്ന് 4 മാസം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം കൈകാല് രൂപമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെയാണ് അതിന് റൂഹ് ഊതപ്പെട്ടതിന് ശേഷം അനക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അനക്കം ഇല്ലെങ്കിലും അതിനെന്തുണ്ട്? ജീവനുണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ ഈ വൃക്ഷങ്ങൾക്കൊക്കെ, മരങ്ങൾക്കൊക്കെ ജീവനുണ്ടല്ലോ. ജീവനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം എന്താ? അത് വളരുന്നുണ്ട്. ഈ ചില മിന്നലോ ഇടിയൊക്കെ ഏറ്റിട്ട് ചില തെങ്ങിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ തെങ്ങ് നിൽക്കൂല. അല്ലേ? നല്ല തിളച്ച വെള്ളം കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ, റൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെടുന്ന അതിൻ്റെ വളർച്ച തകർന്ന് അത് താഴെ പോകും. എന്നതുപോലെ ജീവൻ എന്നുള്ള സാധനം യഥാർത്ഥത്തിൽ കൺസീവ് ആകുന്നത് മുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ചില സ്ത്രീകൾക്ക് അബോട്ടായി പോകാറുണ്ട്. അത് സ്വാഭാവികമായി പോകുന്നതാണ്. ചില ആളുകൾ ചില കാരണങ്ങളുടെ പേരിൽ സ്വന്തം വിഷം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ അതിനെ അബോട്ട് ചെയ്ത് കളയും, ഇല്ലായ്മ ചെയ്യും. ഇത് നല്ല പച്ചയായ കൊലപാതകമാണ്. ഇതിനെ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല. അപ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് പല തലമുണ്ട്. അതിലൊരു തലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് പലപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ചില നിത്യമായ ചില പ്രയാസങ്ങളായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ചില ആളുകളോട് നമ്മൾ സംസാരത്തിനിടയിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അബോഷൻ എപ്പോഴെങ്കിലും നിങ്ങൾ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതെ, ഒരു കുഞ്ഞിൻ്റെ സമയത്ത് അബോഷൻ ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് അതിൽ നല്ല പശ്ചാത്താപം വേണം, അറിയാതെ പറ്റിയതാണ്, അത് ഇത്രയും ഗുരുതരമായ പ്രശ്നമെന്ന് അറിഞ്ഞിട്ടല്ല ചെയ്തത്, പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റ് പലപ്പോഴും ലൈഫിൽ ഉണ്ടാവും. അതിനെന്ത് വേണം? ഒരു പശ്ചാത്താപം വേണം. നിങ്ങളുടെ രോഗം മാറുന്നതിന് ആ പശ്ചാത്താപമായിരിക്കും ഒരു പക്ഷേ കാരണം. അപ്പോൾ അതുകൊണ്ട് ജീവൻ ഹനിക്കുക, നമ്മൾ പറഞ്ഞ കൊലപാതകമുണ്ട്, ആത്മഹത്യയുണ്ട്, രണ്ടും തെറ്റാണ്. പക്ഷെ സ്വാഭാവികമായ മരണം ഏത് പ്രായത്തിലും ആർക്കും സംഭവിക്കാം. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മനോഗതി എല്ലാ മനുഷ്യർക്കും വേണം എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഉൾക്കൊള്ളാൻ റെഡിയാണെങ്കിൽ ഇവിടെ ആരും പരസ്പരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രയോ കാലം ഇവിടെ ജീവിക്കും എന്നൊരു മുൻധാരണയാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം വിദ്വേഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് മരണത്തെ പറ്റി ഒരു ബോധ്യമുള്ള ആളാണെങ്കിൽ ഒരു പ്രശ്നവും വെച്ചുകൊണ്ടിരിക്കൂല. എത്രയും പെട്ടെന്ന് അത് തീർത്തിട്ട് ഇന്ന് രാത്രി സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ നോക്കും. കാരണം നാളെ ഒരു ദിവസം നമുക്കുണ്ടോയെന്ന് അറിയൂല. അതുകൊണ്ട് ഏത് പ്രായത്തിൽ മരിച്ചാലും അത് സ്വാഭാവിക മരണമാണെന്ന് മനസ്സിലാക്കുക. മരണം തടയാൻ ലോകത്തൊരു സംവിധാനം ഇല്ലയെന്ന് മനസ്സിലാക്കുക.